ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകനായിരിക്കുക എന്നത് കുറച്ചു വർഷങ്ങളായി എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. തോൽവികളും നിരാശകളും പരിഹാസങ്ങളും കണ്ടുമടുത്ത സീസണുകൾ. അങ്ങനെ തകർച്ചയുടെയും കൊച്ചുമാരുടെ സക്കിങ്ങിൻ്റെയും കാലത്തു നിന്നും പ്രീമിയർ ലീഗിൽ വീണ്ടും ചുവന്ന കാറ്റടിച്ച മാസങ്ങളാണ് കടന്നുപോയത്. ജനുവരിയിൽ മൈക്കൽ കാരിക്കിൻ്റെ അപ്രതീക്ഷിത വരവിന് ശേഷം പിന്നെ കിട്ടിയതെല്ലാം ഗൂസ്പംസ് ആണ്. ഓൾഡ് ട്രാഫോർഡിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്തതിന് പിന്നാലെ എമിറേറ്റ്സിൽ കയറി ഗണ്ണേഴ്സിൻ്റെ കൊമ്പടിച്ചു. പിന്നാലെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ കയറി ചെൽസിയെയും വേട്ടയാടി. ചാമ്പ്യൻസ് ലീഗ് എൻട്രി മാൻഡേറ്ററി ആയിരുന്ന സീസണിൽ 3-ാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്ത് യൂറോപ്പിൻ്റെ ഉമ്മറത്തേക്കും മടങ്ങിയെത്തി. പക്ഷേ കാരിക്കിന് ഇതൊരു തുടക്കം മാത്രമാണ്. കനലും മുള്ളും നിറഞ്ഞ പാതകളാണ് കാത്തിരിക്കുന്നതെല്ലാം. എമിറേറ്റ്സിൽ അർട്ടേറ്റ പ്രതാപിയായി മാറിയിട്ടുണ്ട്. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ സാബിയും ആൻഫീൽഡിൽ ഇറയോളയും എത്തിഹാദിൽ മരസ്കയും പുതിയ കോട്ടകൾ പണിതുയർത്തുന്നു. ടോട്ടനത്തിലുള്ള ഡിസർബിയും വില്ല പാർക്കിലെ ഉനയംബ്രയും പണി അറിയുന്നവർ തന്നെ. ഇവരോടെല്ലാം പിടിച്ചു നിൽക്കാനുള്ള ടാക്ടിക്കൽ ബ്രില്യൻസ് കാരിക്കിനുണ്ടോ എന്ന് കണ്ടറിയണം. ചാമ്പ്യൻസ് ലീഗും മറ്റു ഡൊമസ്റ്റിക് കപ്പുകളുമെല്ലാം കളിക്കാനുള്ളതിനാൽ തന്നെ പോയ സീസണിലെ പോലെ ഫ്രഷായി കളിക്കാൻ പറ്റില്ല. എന്തൊക്കെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രതീക്ഷകൾ? എത്രത്തോളമുണ്ട് അവരുടെ സ്ക്വാഡ് ഡെപ്ത്? പരിശോധിക്കാം. സ്റ്റോക്ക്ഹോമിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള പ്രീ സീസൺ വിജയം യുണൈറ്റഡിന് ഒരു ബൂസ്റ്റർ ഡോസാണ്. ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം ബ്രയാൻ എംബ്യൂമയുടെ ഇരട്ട ഗോളുകളിൽ 2-1 വിജയം. കളിയുടെ അവസാന മിനിറ്റുകളിൽ കളത്തിലിറങ്ങിയ 15 വയസ്സുകാരൻ ജെ ഗബ്രിയേൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഇട്ടിട്ടുണ്ട്. സ്ക്വാഡിലേക്ക് വന്നാൽ സെന്നെ ലാമൻസ് തന്നെയാകും ഗോൾ കീപ്പിംഗിലെ ഫസ്റ്റ് ഓപ്ഷൻ. ഏറെക്കാലമായി പേരുദോഷമുണ്ടായിരുന്ന യുണൈറ്റഡ് ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ ലാമൻസ് വിശ്വസ്തയോടെ വല കാത്തിട്ടുണ്ട്. ബാക്കപ്പ് കീപ്പറായ ലീസ് യുണൈറ്റഡിൽ നിന്ന് 35-കാരനായ കാൾ ഡോറോയെ എത്തിച്ചു. ബെഞ്ചിലുള്ള അർത്താൽ ബൈന്ദറും റാഡക് വിറ്റക്കും ക്ലബ് വിടുമെന്നും കേൾക്കുന്നു. പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ഒറ്റനോട്ടത്തിൽ യുണൈറ്റഡിന് ഓപ്ഷനുകൾ ഒരുപാടുണ്ട്. പക്ഷേ ചെറിയ ആശങ്കകളും ബാക്കിയാണ്. ഫസ്റ്റ് ചോയ്സ് സെൻട്രൽ ബാക്കുകളായ മത്തേസ് ഡെലിറ്റും ലിസാൻഡ്രോ മാർട്ടിനസും നേരിടുന്ന പരിക്കുകളാണ് പ്രധാന പ്രശ്നം. നടുവേദന കാരണം നവംബറിന് ശേഷം ഡെലിറ്റ് കളിച്ചിട്ടില്ല. ലോകകപ്പിൽ അർജന്റീനക്കായി മിന്നിയ ലിസാൻഡ്രോ മാർട്ടിനസിന് ഫൈനലിൽ പരിക്കേറ്റത് നമ്മൾ കണ്ടതാണ്. ആദ്യ മത്സരത്തിൽ തിരിച്ചുവരുമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ലിച്ച പരിക്ക് കാരണം മാറി നിൽക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. മറ്റു ഡിഫൻഡർമാരിൽ ഹാരി മഗ്വയറിന് പ്രായമേറി വരുന്നു. ലെനയോറയും എയ്ഡൻ ഐവനും ഭാവി വാഗ്ദാനങ്ങളാണ്. പക്ഷേ പൂർണ്ണമായി വിശ്വസിക്കാനായിട്ടില്ല. ഫുൾബാക്കിൽ ലുക്ക് ഷോ കഴിഞ്ഞ സീസണിൽ മിന്നിയെങ്കിലും പുതിയ സീസണിൽ കൂടുതൽ മത്സരങ്ങളുള്ളതിനാൽ അധിക കവർ അത്യാവശ്യമാണ്. പാട്രിക് ഡോർഗു, ഡിയാഗോ ഡാലോ, നുസൈർ മസ്രോവി എന്നിവരും ചേരുമ്പോൾ ആകെത്തുകയിൽ മോശമല്ലാത്തൊരു ഡിഫൻസീവ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലാണ് യുണൈറ്റഡ് കാര്യമായി തലപുകക്കുന്നത്. ഓൾറെഡി ചെൽസിയിൽ നിന്ന് ആൻഡ്രേ സാന്റോസിനെയും ആസ്റ്റൺ വില്ലയിൽ നിന്ന് യൂറി ടൈലമാൻസിനെയും എത്തിച്ചു. എന്നാൽ കസമിറോ ടീം വിടുന്നതും പരിക്കേറ്റ് മാനുവൽ യുഗാർത്തെ പുറത്തായതും ഇതിനോട് ചേർത്ത് വായിക്കണം. കോബി മെയ്നു ഓപ്ഷനായുണ്ട്. പക്ഷേ കായികക്ഷമതയും ബോൾ വിന്നിംഗ് എബിലിറ്റിയുമുള്ള ഒരു അത്ലറ്റിക് മിഡ്ഫീൽഡറെ കാരിക്കിന് ഇനിയും ആവശ്യമുണ്ട്. അങ്ങനെയൊരു താരത്തിനായുള്ള അന്വേഷണം തകൃതിയായി നടക്കുന്നുമുണ്ട്. എന്നാൽ അറ്റാക്കിംഗ് സൈഡിലേക്ക് വന്നാൽ യുണൈറ്റഡ് ഫുൾ കോൺഫിഡൻസിലാണ്. യുണൈറ്റഡിന് ഏറ്റവും കൂടുതൽ ഓപ്ഷനുള്ള മേഖല അറ്റാക്കിംഗ് മിഡ്ഫീൽഡും വിങ്ങുകളുമാണ് എന്ന് പറയാം. ബ്രൂണോ ഫെർണാണ്ടസ്, ബ്രയാൻ എംബ്യൂമോ, മത്തേവുസ് കുന്യ, അമാദ് ഡിയലോ എന്നിവരുടെ സാന്നിധ്യം വലിയ കരുത്താണ്. ഡോർഗു ഇവിടെയും കളിക്കാൻ പോന്നവൻ തന്നെയാണ്. കൂടാതെ അക്കാഡമിയിൽ നിന്നുള്ള ഷിയ ലെസി, ടോട്ടനമിൽ നിന്ന് പുതുതായി എത്തിയ ടൈനാൻ തോംസൺ എന്നിവരും പ്രതീക്ഷ നൽകുന്നു. നമ്പർ 10 റോളിൽ ബ്രൂണോക്ക് പകരക്കാരനായി മേസൺ മൗണ്ട് ഉണ്ടെങ്കിലും പരിക്കുകൾ കാരണം മൗണ്ടിനെ പൂർണ്ണമായി വിശ്വസിക്കാനാകില്ല. മുന്നേറ്റ നിരയിൽ വൻ തുക മുടക്കി പുതിയൊരു സ്ട്രൈക്കറെ യുണൈറ്റഡ് വാങ്ങാൻ സാധ്യതയില്ല. കാരണം ബെഞ്ചമിൻ സെസ്കോ തൻ്റെ ആദ്യ സീസണിൽ തന്നെ മുൻഗാമികളേക്കാൾ മെച്ചപ്പെട്ട പെർഫോമൻസാണ് പുറത്തെടുത്തത്. റാസ്മസ് ഹോയിലൻഡിനേക്കാൾ കൂടുതൽ ബോക്സ് സാന്നിധ്യവും ഗോൾ അടിച്ചു കൂട്ടാനുള്ള ശേഷിയും സെസ്കോ കാണിച്ചു. എന്നാൽ ബാക്കപ്പ് സ്ട്രൈക്കറായ ജോഷോ സിർക്സി യുവൻറ്റസിലേക്ക് മാറാനൊരുങ്ങുമ്പോൾ സെസ്കോക്ക് പിന്തുണ നൽകാൻ ഒരു പരിചയസമ്പന്നനായ സ്ട്രൈക്കറെ യുണൈറ്റഡിനെ വാങ്ങേണ്ടി വരും. ഇതിനോടൊപ്പം മാർക്കസ് റാഷ്ഫോർഡിൻ്റെ നാടകീയമായ തിരിച്ചുവരവ് കൂടി ചേർത്ത് വയ്ക്കണം. ഓൾഡ് ട്രാഫോർഡിൽ വളർന്നവനാണെങ്കിലും കറ്റാലൻ മണ്ണ് കിനാവ് കണ്ട് നടക്കുകയായിരുന്നു റാഷ്ഫോർഡ്. പക്ഷേ ആൻ്റണി ഗോർഡൻ്റെ ബേഴ്സയിലേക്കുള്ള വരവ് എല്ലാം തകർത്തു. അതോടെ 26 മില്യൺ പൗണ്ട് നൽകി റാഷ്ഫോർഡിനെ സ്ഥിരപ്പെടുത്താൻ ബാഴ്സ തയ്യാറായില്ല. റൂബൻ അമോറിമിനോട് ഒത്തുപോകാനാകാത്ത റാഷ്ഫോർഡിനെ കാരിക്കിൻ്റെ തണലിൽ മറ്റൊരു അവസരം ലഭിക്കുമോ? വീക്കിലി കനത്ത ശമ്പളം പറ്റുന്ന റാഷ്ഫോർഡിനെ യുണൈറ്റഡ് വിൽക്കുമോ എന്നും കണ്ടറിയണം. ബിഗ് ഡീലുകൾക്ക് സാധ്യതയില്ലെങ്കിലും ട്രാൻസ്ഫർ മാർക്കറ്റിൽ യുണൈറ്റഡും ചൂണ്ടയിടുന്നുണ്ട്. റയലിൻ്റെ ഫ്രഞ്ച് മിഡ്ഫീൽഡർ അർലിയൻ ഷുമേനിയാണ് കേൾക്കുന്ന പ്രധാനപ്പെട്ട പേര്. മറ്റൊന്ന് ഫ്രാൻസിനായി ലോകകപ്പിൽ മിന്നിയ മാനു കോനെ. റാഷ്ഫോർഡിനെ സോഫ്റ്റ് ഡീലിൽ റോമക്ക് നൽകി കോനയെ കൊണ്ടുവരുമെന്നും റൂമറുകൾ പരക്കുന്നുണ്ട്. 51 മില്യൺ യൂറോ വിലയുള്ള കോനയ്ക്കായി റാഷ്ഫോർഡിൻ്റെ ശമ്പളത്തിൻ്റെ ഒരു പങ്ക് യുണൈറ്റഡിനെ വഹിക്കേണ്ടി വന്നേക്കാം. ന്യൂകാസിലിൻ്റെ 21-കാരൻ ലെഫ്റ്റ് ബാക്ക് ലൂയിസ് സാളിനായി നീക്കം നടത്തുന്നുവെന്നാണ് പുതിയ വാർത്ത. ലൂക്ക് ഷോയുടെ ഒരു ദീർഘകാല റീപ്ലേസ്മെൻ്റായാണ് ഈ താരത്തെ കാണുന്നത്. മുന്നേറ്റ നിരയിൽ കേൾക്കുന്ന മറ്റൊരു പേര് യുവൻറ്റസ് വിട്ട് ഫ്രീ ഏജന്റായി നിൽക്കുന്ന ദുസാൻ വ്ലാഹോവിച്ചാണ്.
സെസ്കോക്ക് ഒരു ബാക്കപ്പാണ് യുണൈറ്റഡിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ സീസണിൽ കേവലം 40 മത്സരങ്ങൾ മാത്രമാണ് യുണൈറ്റഡ് കളിച്ചത്. ചെൽസി 59ഉം ടോട്ടനം 52 മത്സരങ്ങൾ കളിച്ചപ്പോൾ യുണൈറ്റഡിന് ഓരോ മത്സരത്തിനും ശേഷം വിശ്രമിക്കാൻ ഒരാഴ്ച ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ കഥ മാറും. ചാമ്പ്യൻസ് ലീഗിലെ കഠിനമായ മത്സരങ്ങളും പ്രീമിയർ ലീഗിലെ മരണപ്പോരാട്ടങ്ങളും കാരിക്കിനെയും ടീമിനെയും കാത്തിരിക്കുകയാണ്. അതെ, റെഡ് ഡെവിൾസിൻ്റെ പോരാട്ടം ആരംഭിക്കുകയാണ്. ചാമ്പ്യൻസ് ലീഗിൻ്റെ സംഗീതം ഓൾഡ് ട്രാഫോർഡിൽ വീണ്ടും കേൾക്കുമ്പോൾ കാരിക്കിന് കീഴിൽ ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനാകുമോ? കാത്തിരിക്കാം ആ ചുവപ്പൻ വിപ്ലവത്തിനായി.